മാർക്കസ് കിച്ചൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മാർക്കസ്, ഒരു പ്രൊഫഷണൽ ഷെഫാണ്. ഐറ്റം പഴയത് തന്നെയാണ്. എൻ്റേതായ രീതിയിൽ ഒരു അടിപൊളി നെയ്യപ്പം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ കാണുന്നതൊക്കെയാണ്. അളവുകളും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ വീഡിയോയുടെ അടിയിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യുവാനും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അറിയിക്കുവാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും താല്പര്യപ്പെടുന്നു. അപ്പോൾ നമുക്ക് ഐറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അരിപ്പൊടി, റവ, മൈദ, നെയ്യ്, കുത്തിയരിഞ്ഞ തേങ്ങ, ഒരു നുള്ള് ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ എള്ള്, 1/4 ടീസ്പൂണ് ജീരകം. ആദ്യമായിട്ട് മിക്സിയുടെ ജാറിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന 1 കപ്പ് അരിപ്പൊടി ഇടുകയാണ്. അതിനുശേഷം 1/4 കപ്പ് റവ ഇതിലേക്ക് ഇടുന്നു. 1/4 കപ്പ് മൈദയും ഇടുന്നു. ബേക്കിംഗ് സോഡ, സോൾട്ട്, ഏലക്ക പൗഡർ, എടുത്തു വെച്ച ശർക്കരപ്പൊടിയും ഇതിലോട്ട് ഇടുകയാണ്. ഒരു 1/4 കപ്പ് വെള്ളം ഞാൻ ഇതിലോട്ട് ഒഴിക്കുകയാണ്. ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർക്കാം. 1/4 കപ്പ് വെള്ളം പോരാ, ഞാനൊരു 1/2 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ മിക്സ്ചറിൻ്റെ കൺസിസ്റ്റൻസി ഏതാണ്ട് ഈ പരുവത്തിലിരിക്കണം. എളുപ്പത്തിൽ പറഞ്ഞാൽ ഒരു ഇഡ്ഡലിയുടെയൊക്കെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിൽ. ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഈ തേങ്ങാക്കൊത്തും വെള്ളം കൂടെ ഗോൾഡൻ ബ്രൗൺ ആക്കി ഈ അരച്ച് വെച്ചിരിക്കുന്ന മിശ്രിതത്തിലോട്ട് ചേർക്കണം. എളുപ്പത്തിൽ പറഞ്ഞാൽ ഒരു 475 ml പൊടിവർഗ്ഗങ്ങളും ഒരു 275 ml വെള്ളവും ചേർത്താണ് ഞാൻ ഈ മിക്സ്ചർ ഉണ്ടാക്കിയിരിക്കുന്നത്. അരച്ചു വെച്ച ഈ മിശ്രിതം ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലതായിട്ട് കുറുകി. അതിന് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് ഒന്നുകൂടെ ആ തിക്നെസ് കുറയ്ക്കുകയാണ്. ഇപ്പോൾ ഈ ചേരുവ കുറച്ചുകൂടെ ലൂസായിട്ടുണ്ട്. ഫ്രൈയിങ് പാൻ ഏതാണ്ട് ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. നെയ്യ് ചൂടാകുമ്പോൾ തേങ്ങാക്കൊത്ത് ചെറിയ ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഇതിനെ വറുത്തെടുക്കണം. തേങ്ങയുടെ കൂടെ എള്ളുകൂടി ഇട്ട് മൂപ്പിച്ചെടുക്കാവുന്നതാണ്. എല്ലാവരും ശർക്കര ഉരുക്കി അതിൻ്റെ പാനി ഉണ്ടാക്കിയിട്ടാണ് സാധാരണ പൊടിയിലേക്ക് മിക്സ് ചെയ്യുന്നത്. അരിച്ച് കരടൊക്കെ മാറ്റി. ഇവിടെ നല്ല ശർക്കരപ്പൊടി കിട്ടിയതിനാലാണ് ഞാൻ ഇപ്രകാരം ചെയ്യുന്നത്. അരിപ്പൊടി കൊണ്ടുണ്ടാക്കുന്ന നെയ്യപ്പത്തിൻ്റെ മിക്സ്ചർ അറ്റ്ലീസ്റ്റ് ഒരു 4-5-6 മണിക്കൂർ വെച്ചിരുന്നിട്ട് വേണം ഉണ്ടാക്കാൻ. ഇതിപ്പം ഞാൻ സ്വല്പം ബേക്കിംഗ് സോഡ ചേർത്തിരിക്കുന്നത് കൊണ്ട് അധികം നേരം വയ്ക്കേണ്ട കാര്യമില്ല. ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ വെച്ചാൽ മതിയാകും. നല്ലൊരു റിസൾട്ട് കിട്ടും. തേങ്ങ ഏതാണ്ട് മൂത്ത് ഈ പരുവായിട്ടുണ്ട്. അതിനെ ഞാൻ ഈ മിക്സ്ചറിലോട്ട് ഒഴിക്കുകയാണ്. ഇനി ഒരു 2 മണിക്കൂർ അതവിടെ ഇരിക്കട്ടെ. നെയ്യപ്പം വറുക്കാനായിട്ടുള്ള എണ്ണ ഒഴിക്കുകയാണ്. എണ്ണയുടെ ഭാഗം അറിയാനായിട്ട് ഡ്രോപ്പ് ഇട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇപ്പം ഇത് ഇടാനായിട്ടുള്ള പാകമായിട്ടുണ്ട്. ഒരു മീഡിയം ചൂടിൽ ഒരു തവി കൊണ്ട് ഒരു തവി ഇതിലേക്ക് ഒഴിക്കുക. തീ കുറച്ച് വെക്കുക. ഈ മുകളിലോട്ട് വന്ന് കഴിയുമ്പോൾ ദിസ് ഈസ് ദ ഫൈനൽ ലുക്ക് ഓഫ് നെയ്യപ്പം. വളരെ ക്ഷമയോടുകൂടി ചെറു ചൂടിൽ ഉണ്ടാക്കിയെടുക്കണം. ഇനി ഒരു പുതിയ എപ്പിസോഡുമായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നതുവരേക്കും ഷെഫ് മാർക്കസ് സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.
നെയ്യപ്പം. For more recipes and videos, please subscribe the link in YouTube, Marcus Kitchen.